വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ മാധ്യമങ്ങളെ കാണാൻ താല്പര്യപ്പെട്ടത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നീറ്റ്, അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ ഉൾപ്പെടെ നടത്തുന്നതാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇന്ത്യയിൽ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പുവരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതിൽ അടിയന്തരമായ ഇടപെടലുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിൽ MSF സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കേരള KTU എന്ന് പറയുന്ന കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ തിരഞ്ഞെടുപ്പ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയും വൈകുന്നേരം 4 മണിക്ക് അതിന് റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചതായിരുന്നു. ഇന്നലെ മുതൽ MSFന്റെയും KSUവിന്റെയും UUCമാരുടെ ഫോണുകളിലേക്ക് ഭീഷണി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ വീടുകളിൽ കയറി മാതാപിതാക്കളെ ഭീഷണിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ വീട് പത്തനംതിട്ടയിലാണ്. അവിടുത്തെ CPMന്റെ പാർട്ടി നേതാക്കന്മാർ പത്തനംതിട്ടയിൽ അവരുടെ വീട്ടിൽ കയറിക്കൊണ്ട് മകൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ പിന്നീട് വീട്ടിൽ കിടത്തിയുറപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി SFI ഇന്നലെയും മിനിയാന്നുമായി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. MSFന്റെയും KSUവിന്റെയും ഭാരവാഹികൾ അതിനെ വളരെ കൃത്യമായി അഡ്രസ് ചെയ്ത് അതിനെ മറികടന്ന് ഇന്ന് തിരഞ്ഞെടുപ്പിന് തിരുവനന്തപുരത്തേക്ക് UUCമാർ എത്തിയതിനു ശേഷം നാളെ രാവിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടേക്കുള്ള യാത്രകൾ ആരംഭിച്ച ശേഷം പൊടുന്നനെ ഇന്ന് ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നു, തിരഞ്ഞെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നുവെന്നാണ്. ഒരു കാരണവുമില്ലാതെ SFI പരാജയപ്പെടും എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് നിർത്തിവച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ഏറ്റവും മോശകരമായിട്ടുള്ള, ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം SFIക്ക് വേണ്ടി ഇത്രയേറെ അടിമപ്പണിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ KTUയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാറിയിരിക്കുന്നു എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഞങ്ങൾ പറയുന്നത് ഏത് തിരഞ്ഞെടുപ്പിനെയും ഏത് കാലഘട്ടത്തിലും നേരിടാൻ പ്രാപ്തമായിട്ടാണ് MSFും KSUം അതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പ് നടന്നത്. വലിയ രൂപത്തിലുള്ള പ്രതിരോധങ്ങൾ SFI തീർത്തപ്പോഴും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളുടെയൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. വലിയ വിജയം നേടാൻ MSFനും KSUവിനും സാധിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇതൊരു തുടക്കമാണ്. വരുന്ന സർവകലാശാലകളിലെല്ലാം MSFനും KSUവിന്റെയും ഭാരവാഹികൾ എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുകയും SFIയെ പരാജയപ്പെടുത്താൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് KTU തെരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് SFI മനസ്സിലാക്കുമ്പോൾ, ഭീഷണിപ്പെടുത്തിയിട്ട് ഭീഷണിക്ക് വഴങ്ങാൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല എന്ന് പറയുമ്പോൾ, അവരെ വോട്ടെടുപ്പിന് വരുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അത് മറികടന്ന് അവർ വോട്ടെടുപ്പിന് വരുമെന്ന് ഉറപ്പുവരുത്തുമ്പോൾ, അധികാരത്തിന്റെ ബലം ഉപയോഗിച്ച്, അധികാരത്തിന്റെ തണലുപയോഗിച്ച് തിരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഒരു ശ്രമമാണ് SFI നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ SFIയുടെ സംസ്ഥാന നേതാക്കന്മാരോട് പറയുന്നത്, എത്ര കാലം തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചു മാറി നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും? ഞങ്ങൾ നേർക്കുനേരെ പോരടിക്കാൻ തീരുമാനിച്ചവരാണ്. നിങ്ങൾ എത്ര തന്നെ ഒളിച്ചു മാറി കളിച്ചാലും ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളോട് നേർക്കുനേരെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് മുമ്പിൽ ഒന്നെങ്കിൽ മത്സരിച്ച് പരാജയപ്പെടുക, അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് നിങ്ങൾ ജയിക്കുക. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ SFI തയ്യാറാകണം. ജയിക്കാൻ സാധ്യമല്ലെന്ന് കാണുമ്പോൾ തിരഞ്ഞെടുപ്പേ വേണ്ടെന്ന് വെക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിൽ നിന്ന് SFI പിന്മാറണം എന്ന് MSF ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, നിങ്ങൾക്കറിയാം, +1 സീറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ പ്രക്ഷോഭത്തിലാണ് MSF ഉള്ളത്. MSFന്റെ ജില്ലാ പ്രസിഡന്റ് കബീർ എന്റെ കൂടെ ഉണ്ട്. ഇന്നലെയും ഇന്നുമായി മലപ്പുറത്ത് RDD ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ സമരം നടക്കുന്നു. ഇന്ന് ഞങ്ങൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ RDD ഓഫീസുമായി അവിടെ RDD ഓഫീസിലേക്ക് ഞങ്ങൾ സമരം നടത്തിയിരിക്കുന്നു. നാളെ മുതൽ എന്ന് വെച്ചാൽ നാളെ ശനിയും മറ്റന്നാൾ ഞായറുമാണ്. തിങ്കളാഴ്ച മുതൽ സംസ്ഥാന വ്യാപകമായി, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മന്ത്രി വസതിയിലേക്ക് ഉൾപ്പെടെ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം നയിക്കാൻ വേണ്ടി MSF തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് SFIയുടെ ദേശീയ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് നിങ്ങളുടെയൊക്കെ ചാനലുകൾ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്, മന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട്, ആ കത്തിൽ അനുകൂലമായ സമീപനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിനിറങ്ങുമെന്നാണ്.
ഞങ്ങൾ SFIയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് ആമസോൺ കാർഡുകൾ കൊത്തിയാൽ മലപ്പുറത്ത് സമരം നടത്തിയവരാണ് SFI. ഇപ്പോഴും 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ 10-35,000 കുട്ടികൾ പുറത്താണ് എന്ന് പറയുമ്പോൾ ഇനിയും കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന SFIയുടെ ദേശീയ പ്രസിഡന്റ് പറയുന്നത് നിങ്ങളുടെ കത്തോ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളോ അല്ല വേണ്ടത്, നിങ്ങൾ ആത്മാർത്ഥമായാണ് സമരം ചെയ്യുന്നതെങ്കിൽ MSFന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങൾ RTD ഓഫീസിലേക്ക് അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതാണ്, നാളെയും ഞങ്ങൾ RTD ഓഫീസിന് മുമ്പിൽ സമരമുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് വിദ്യാർത്ഥികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് SFIയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത്തരത്തിൽ മന്ത്രി പറയുന്നു സീറ്റില്ല എന്ന്. SFIയുടെ ദേശീയ പ്രസിഡന്റ് ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഇവിടെ സീറ്റിന് പ്രശ്നമുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം SFIയുടെ ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് കണക്കുകൾ വെച്ച് പോസ്റ്റ് ഇറക്കുന്നു മലപ്പുറത്ത് പ്രശ്നമില്ല എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി സംഘടനകൾക്ക് തന്നെ സ്ഥായിയായ ഒരു തീരുമാനം മലപ്പുറത്തെയും മലബാറിലെയും +1 വിഷയത്തിൽ ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞങ്ങൾ പറയുന്നത് അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. 3ാം അലോട്ട്മെന്റ് കഴിയുമ്പോൾ 1,00,000-ലധികം വിദ്യാർത്ഥികൾ പുറത്തിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യം മലപ്പുറം ജില്ലയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ 8 വർഷക്കാലത്തെ പിണറായി വിജയന്റെ നിസ്സംഗതയാണ്. അതിനെതിരെയുള്ള സമരം മലപ്പുറത്ത് മാത്രം ഒതുങ്ങുന്നതല്ല, അത് കോഴിക്കോട്ടേക്കും മലബാറിലേക്കും തിരുവനന്തപുരത്തേക്കും സംസ്ഥാന വ്യാപകമായും മന്ത്രി വഴി തടയുന്ന ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു എന്ന് കൂടി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ 3ാം അലോട്ട്മെന്റ് വന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഒരു നടപടി എന്നുള്ള രീതിയിൽ താൽക്കാലിക ബാച്ചുകളാണ് അനുവദിക്കുന്നതെങ്കിൽ MSF വീണ്ടും സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണത്. കഴിഞ്ഞ തവണയും അവർ ഇത്തരത്തിൽ പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഏതാനും ചില താൽക്കാലിക ബാച്ച് അനുവദിച്ചുകൊണ്ട് പിന്മാറാനാണ് ഗവൺമെന്റ് തയ്യാറായിട്ടുള്ളത്. നമുക്കറിയാം ഇനിയിപ്പോൾ 3rd അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി കുട്ടികളോട് പറയുന്ന സീറ്റ് ആവശ്യമുള്ളവരൊക്കെ രണ്ടാമത് ഒരിക്കൽ കൂടി അപേക്ഷിക്കണമെന്നാണ്. അത് പറയുന്നത് തന്നെ നീതിയല്ല. കാരണം ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസം അവകാശമാക്കിയ ഒരു സ്റ്റേറ്റിനകത്ത് ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് 4,00,000-ലധികം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കപ്പെട്ടാൽ അവർക്കെല്ലാവർക്കും സീറ്റ് കൊടുക്കുക എന്നത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അതിൽ നിന്ന് ഇനി 3rd അലോട്ട്മെന്റ് കഴിഞ്ഞു, ഇനി സീറ്റ് ആവശ്യമുള്ളവർ ഒരിക്കൽ കൂടി അപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ നിരന്തരമായി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. ഇതിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് താൽക്കാലിക ബാച്ച് അല്ല എന്ന് ഞങ്ങൾ തുടക്കം മുതലേ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടൊരു പരിഹാരമേ അല്ല. പരിഹാരം ഉണ്ടാകേണ്ടത് സ്ഥിരമായ ബാച്ച് അനുവദിക്കുക എന്നതാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനം അനുവദിച്ചതല്ലാതെ കേരളത്തിൽ സ്ഥിരമായ ബാച്ചുകളോ സീറ്റുകളോ ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 8 വർഷക്കാലം അത് ചെയ്തിട്ടില്ല. അതാണ് ഭീകരമായ രൂപത്തിലേക്ക് മലബാറിലും മലപ്പുറത്തും ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത് തിരുത്താൻ പിണറായി സർക്കാർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ക്ലാസ് തുടങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ കൂടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി നേരിൽ കണ്ട് ഒന്നുകൂടി ആവശ്യം അറിയിക്കുന്ന സാഹചര്യം. അല്ല, ഇനി വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാത്ത പ്രശ്നമല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് MLA കണ്ടതാണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് കുഞ്ഞാലി സാഹിബ് നേരത്തെ 2 തവണ ഞങ്ങൾ കണ്ടതാണ്. MSF നേരിട്ട് അദ്ദേഹത്തിന് നിവേദനം നൽകിയതാണ്. ഇനി അവർക്കൊന്നും അറിയാത്ത പ്രശ്നമല്ല. അവർ കണ്ണടച്ചു പിടിക്കുകയാണ്. ഉറക്കം നടിക്കുന്നവർക്ക് മുമ്പിൽ ഇനിയും അപേക്ഷകളുമായി പോകണം, നിവേദനങ്ങളുമായി പോകണം എന്നല്ല ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ തുടങ്ങിവെച്ച സമരത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും മന്ത്രിയുടെ കണ്ണിന് ചുവട്ടിലേക്ക് കാതിന് ചുവട്ടിലേക്ക് ഈ സമരത്തെ വ്യാപിക്കുകയും ചെയ്യുക എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണം ഇവിടെ നിങ്ങളുടെ പാർട്ടി ഭരിച്ച സമയത്തും പിന്നെ ഇതിലൊന്നും ഒരു പരിഹാരം കണ്ടിരുന്നില്ല എന്നതാണ്. അപ്പോൾ ആ കാലത്തും പരിഹരിക്കാത്തതിനെ കുറിച്ചാണ് ഇപ്പോൾ MSF അടക്കം സമരം ചെയ്യുന്നതെന്നൊരു ആരോപണം. വളരെ ദുർബലമായ വാദമാണ്. ഞങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ UDF ഭരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഏതാണ് ആ കാലം? ഞാൻ എപ്പോഴും പറയാം 98 മുതൽ 2024 വരെയുള്ള 2 ടേം. ആ 2 ടേമിലും സീറ്റുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കുക. കൃത്യമായി പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മലപ്പുറത്ത് ഈ പ്രശ്നം ഇത്ര രൂക്ഷമാകാനുള്ള 2 കാരണങ്ങളുണ്ട്. അത് മാധ്യമങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഒന്നാമത്തെ കാരണം, ആരംഭിക്കുന്ന സമയത്ത് 98-ലെ ഗവൺമെന്റ് ഇത് വിതരണം ചെയ്യുന്നിടത്ത് നീതി കാണിച്ചില്ല എന്നതാണ്. നീതി കാണിച്ചില്ല എന്നാണ് മലബാറിലെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് മലപ്പുറത്തെ പ്രശ്നത്തിന് കാരണം. ആരായിരുന്നു അന്ന് ഭരിച്ചത്? അന്ന് ഇടതുപക്ഷമായിരുന്നു, EK നായനാരായിരുന്നു. രണ്ടാമത്തൊരു പ്രശ്നം, മലപ്പുറത്ത് വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലക്കകത്ത് വിജയബേരി പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി 2006-ൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുകയും അതിന്റെ ഭാഗമായി 22-23% വിജയശതമാനം ഉണ്ടായിരുന്നെന്ന് ഈ പദ്ധതിയുടെ ഭാഗമായി പിറ്റേ വർഷം അത് 60-65% വർദ്ധിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് ഭരിക്കുന്ന ഭരണകൂടത്തിനൊരു ബാധ്യതയുണ്ട്. വിജയബേരി പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ഒരുമിച്ചിരുന്നുകൊണ്ട് പ്രാദേശിക ഭരണകൂടങ്ങളും ഒരുമിച്ചിരുന്നുകൊണ്ട് മലപ്പുറത്ത് വലിയൊരു വിദ്യാഭ്യാസ കുതിപ്പ് നടത്തിയിരിക്കുന്നു. അവർക്ക് പിന്തുണ കൊടുക്കണമെന്ന് 2006-ലെ ഗവൺമെന്റ് തീരുമാനിക്കണമായിരുന്നു. അന്ന് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ഉണ്ടായത്. അന്ന് അദ്ദേഹവും തീരുമാനിച്ചില്ല. എന്ന് വെച്ചാൽ പ്രധാനമായ 2 ഗവൺമെന്റുകൾ, ഒന്ന് EK നായനാർ ഈ +1 സീറ്റ് വിതരണത്തിന്റെ സമയത്ത് അദ്ദേഹം കാണിച്ച അനീതിയും, മറ്റൊന്ന് വിജയബേരി പദ്ധതിയിലൂടെ ജില്ല വലിയ കുതിപ്പ് നടത്തുമ്പോൾ അന്ന് ഈ ജില്ലയിൽ കോപ്പി അടിച്ചാണ് ജയിച്ചത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ കാണിച്ച കടുത്ത അനീതിയാണ് ഈ ജില്ല ഇത്രമേൽ വലിയ പരിക്ക് വാങ്ങാൻ, ഇത്രമേൽ വലിയ പ്രതിസന്ധിയിലേക്ക് നടന്നെത്തിയിട്ടുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.
ഞങ്ങൾ ഇവിടുത്തെ സമരം തുടരുകയാണ്. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൂടെ ഉണ്ട്. അവർ പ്രഖ്യാപിച്ചതാണ് RDD ഓഫീസിന്റെ സമരം. അത് തുടർന്ന് പോവുകയാണ്. ഈ ജില്ലക്ക് പുറത്തേക്കും ഈ സമരം വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ ബോധ്യമാണ്. ജില്ലക്ക് പുറത്തും ഞങ്ങൾ സമരം വ്യാപിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെന്റിനെതിരെയുള്ള അത് പിന്നെ നമ്മുടെ നെറ്റ് എക്സാമിന്റെയും അതുപോലെ തന്നെ നീറ്റിന്റെയും നമുക്കറിയാം NDAയുടെ സുതാര്യത പോലും തകർക്കുന്ന രൂപത്തിലേക്ക് അതിന് വലിയ വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ടായി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് ഈ ഭരണകൂടം അവരെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തുന്നത്. അതിനെതിരെയുള്ള സമരവും സമാനമായി ഞങ്ങൾ ആരംഭിക്കുന്നു. തിങ്കളാഴ്ച സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് MSF മാർച്ച് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്തും മലബാർ ജില്ലകളിലും മലബാറിന് പുറത്തുമായി +1 സമരത്തെ വ്യാപിപ്പിക്കാൻ കൂടി ഞങ്ങൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്.